ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവര് കണ്ണും പൂട്ടി ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മള് ശരവണ ഭവനിലും ഉടുപ്പി റെസ്റ്റോറന്റിലും ഒക്കെ പോയി കഴിക്കുന്ന അതേ രുചിയോട് കൂടിയിട്ടുള്ള ഉഴുന്നുവട വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുറംഭാഗം നല്ല മൊരിഞ്ഞതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ഉഴുന്നുവട എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഉഴുന്നുവട ഉണ്ടാക്കാനായി ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. ഇതിനി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടുവരാം. ഉഴുന്ന് നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊരു 3 മണിക്കൂർ നേരത്തേക്ക് നമ്മൾക്കൊന്ന് കുതിരാനായി വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. 3 മണിക്കൂർ കുതിരാൻ വെച്ചതിന് ശേഷം ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. ഉഴുന്നൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളമൊക്കെ മാറ്റി നമ്മൾക്ക് അരയ്ക്കാനായി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ഉഴുന്ന് നമ്മൾക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി ഒരുപാട് വെള്ളം ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഐസ് വാട്ടർ ചേർത്താണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ഉഴുന്ന് ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരച്ചു കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം ലൂസായിട്ടുമില്ല. ഇത് ഒറ്റ ട്രിപ്പിന് അരയ്ക്കാതെ ചെറുതായി പൾസ് ചെയ്ത് സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ നന്നായി അരിഞ്ഞു കിട്ടും. ഇനി ഇത് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അരച്ച ഉഴുന്നൊക്കെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ പെർഫെക്റ്റ് ഉഴുന്നുവടയുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഞാനിവിടെ കാണിക്കുന്നത്. 1 കപ്പ് നമ്മളുടെ ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് ഒരു കടക്കാരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. 1.5 കപ്പ് ഉഴുന്നിന് 1 കപ്പ് ചോറ് എന്നുള്ള രീതിയിൽ ഒന്നെടുത്ത് അരച്ച് ഈ ഉഴുന്നിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഉഴുന്നരച്ചതുപോലെ തന്നെ ഒട്ടും അധികം വെള്ളമാവാതെ കുറച്ച് വെള്ളം ഒഴിച്ചു വേണം ഈ ചോറും ഇതേപോലെ അരച്ചെടുക്കാൻ. ഞാനിവിടെ ഉഴുന്നരച്ച അതേ മിക്സി ജാറിലേക്ക് തന്നെയാണ് ചോറും ഇട്ട് അരച്ചെടുക്കുന്നത്. അരച്ചെടുത്ത ചോറ് നമ്മൾക്ക് ഈ ഉഴുന്നിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വിസ്കിന് പകരം കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് ഒരു 8-10 മിനിറ്റ് നേരത്തേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലാണ് വടയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റ് നേരം ഞാൻ നന്നായി ഒന്ന് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഉഴുന്നുവടയുടെ കൂട്ട് നല്ല ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾക്ക് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതാണ് പെർഫെക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ നമ്മൾക്ക് വട ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞതും 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതും, സവാളയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മുഴുവൻ കുരുമുളകും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിന്റെ അളവൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്കിനി വട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമ്മൾക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ തുടങ്ങാം. കൈ രണ്ടും വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഒരു ചെറിയ ഉരുള മാവ് എടുത്തതിന് ശേഷം കയ്യിൽ ഇതുപോലെ വെച്ച് നടുക്കൊരു തുളയിട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ഉഴുന്നുവടകളും നമ്മൾക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇത് ഓരോന്നും തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യത്തെ ബാച്ച് ഉഴുന്നുവടകളൊക്കെ നന്നായി മൊരിഞ്ഞ് പാകത്തിനായിട്ടുണ്ട്.
ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ഉഴുന്നുവടയായിട്ടാണ് നമ്മൾക്കിത് കിട്ടിയിരിക്കുന്നത്. എല്ലാം തന്നെ എണ്ണയിൽ നിന്ന് നമ്മൾക്ക് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ഉഴുന്നുവടകളും നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ പോയി വാങ്ങി കഴിക്കുന്ന അതേ പെർഫെക്ഷനോടും അതേ ടേസ്റ്റോടും കൂടിയിട്ടുള്ള ഉഴുന്നുവട നമ്മൾക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ചേരുവകൾ ചേർത്ത് നിങ്ങൾ ഉഴുന്നുവട ഉണ്ടാക്കി നോക്കൂ. നല്ല പെർഫെക്റ്റ് ഉഴുന്നുവടയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ ഒരു ഉഴുന്നുവട റെസിപ്പി. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.